പരിശുദ്ധമാകപ്പെട്ട കഅബയുടെ ഉള്ളിൽ എന്താണുള്ളത്? എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? അതായത് ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധമാകപ്പെട്ട കഅബ ആദ്യമായി നിർമ്മിച്ചത് ആദം നബി അലൈഹിസ്സലാമാണ്. അതിനുശേഷം കഅബ പലതവണ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഹൃദയഭാഗത്ത് നിന്നാണ് പവിത്രമായ ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ നിന്ന് സംസമിൻ്റെ നിരൂരവ തിളച്ചു മറിഞ്ഞതിനു ശേഷം ഈ ഒരു നിരൂരവയിലെ വെള്ളം കാരണം ആളുകൾ വർഷങ്ങളോളം ഈ ഒരു പ്രദേശത്ത് ഒത്തുകൂടി പരിശുദ്ധമാകപ്പെട്ട മക്ക നഗരം രൂപീകരിച്ചു. പ്രവാചകനായ നൂഹ് നബിയുടെ വെള്ളപ്പൊക്കത്തിൽ നശിപ്പിക്കപ്പെട്ടതും ആ ഒരു കാലഘട്ടത്ത് അതിൻ്റെ ഒരു അവശിഷ്ടം പോലും ഇല്ലാതിരുന്നതുമായ അവസ്ഥയിൽ പരിശുദ്ധമാകപ്പെട്ട കഅബയുടെ കെട്ടിടം പുനർനിർമ്മിക്കാനായി ദൈവം പ്രവാചകനായ ഇബ്രാഹിമിനോട് കൽപ്പിച്ചു. കഅബയുടെ ഉയരം ഏകദേശം 13 മീറ്ററാണ്. കഅബ ഒരു സാധാരണ ക്യൂബല്ല, പക്ഷേ അതിൻ്റെ 4 വശങ്ങൾ വ്യത്യസ്തമാണ്. പരിശുദ്ധമാകപ്പെട്ട കഅബയുടെ ഉള്ളിൽ അതിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ ഇതിൽ കാണുന്ന ചിത്രത്തിൽ അതിൻ്റെ ഉൾഭാഗം പൂർണ്ണമായും വിവരിക്കുന്നു. അതായത് 3 നിരകൾ ശുദ്ധമായ ഇറാനിയൻ റോസാപ്പൂക്കൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു പെട്ടിയും നിരവധി പഴയ വിളക്കുകളും ഇതിലുണ്ട്. നൂഹ് നബിയുടെ വെള്ളപ്പൊക്ക കാലത്ത് ഭൂമി വെള്ളത്തിനടിയിലായിരുന്നു. വെള്ളത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്ന സ്ഥലം കഅബയുടെ നിലമായിരുന്നു. ഈ ഒരു ഭൂമിയിലെ ഏറ്റവും അധികം പുണ്യമാകപ്പെട്ട സ്ഥലമാണ് കഅബ.